ഗൈസ് വെൽക്കം ബാക്ക് മീ ആൻഡ് ഷു. അപ്പോൾ നമ്മളെ ബ്ലാക്ക് ബോയാണ് ഇവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട് കാലമായി ഗൈസ് ഇവനെ അടുത്ത്. പിന്നെ ഇവന് ജസ്റ്റ് ഒന്ന് ചെറിയ ആക്സിഡൻറ്റ് ഉണ്ടായിരുന്നു, വണ്ടിയും ജസ്റ്റ് തട്ടിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഗൈസ് ഈ ഒരു വീഡിയോയിൽ വരാനുള്ള ചാൻസ്. അപ്പോൾ ഏതായാലും ഇതാണ് വണ്ടീൻ്റെ അവസ്ഥ. പറയാലോ ഗൈസ്, വണ്ടി ആകെ മൂഞ്ചെടുക്കുകയാണ് തട്ടിയിട്ട്. അപ്പോൾ ഏതായാലും ഇപ്പോൾ ട്രിപ്പൊന്നും പോവില്ല. അപ്പോൾ ഏതായാലും നമുക്ക് സുഗുണൻ്റെ ഗാരേജിൽ പോവാം. പിന്നെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളെ കഴിഞ്ഞ ദിവസം എടുത്ത ATPയുടെ ലോഞ്ചാണ് ഗൈസ് ഇന്ന്. അപ്പോൾ അതിനെ ലോഞ്ച് ചെയ്യാനാണ് നമ്മൾ പോണത് ഗൈസ്. അപ്പോൾ ആ റിവ്യൂ ആണ് ഇന്ന്. അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്തത് ആ വണ്ടി ഇന്ന് ഇറങ്ങും. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇനി ഇവിടെ വെയിറ്റ് ചെയ്യാൻ നിൽക്കണ്ട, നമുക്ക് നേരെ വണ്ടിക്ക് എടുക്കുക പോവുക. അതിനാണ് പണി ഗൈസ്. എൻ്റെ മോനെ പിന്നെ ചെറിയ അപ്ഡേഷൻസ് ഒക്കെ വരുത്തുന്നുണ്ട് ഗൈസ്. കണ്ടോ ഇവിടെ ഈ സംഭവം കണ്ടില്ലേ, ചെറിയ കൂർപ്പ് ടൈപ്പ് അതിൽ വൈറ്റ് അടിക്കാനും, പിന്നെ ചെറിയ സൈഡൊക്കെ ഉണ്ടാവില്ല ഗൈസ്, അതിനൊക്കെ വൈറ്റ് അടിക്കാൻ പോവാണ്. പിന്നെ ടോപ്പിൽ ചെറിയ സംഭവമൊക്കെ വൈറ്റ് അടിക്കും. അങ്ങനെ കുറച്ചൊക്കെ വൈറ്റ് അടിച്ച് കൊണ്ടുവരികയാണ് കേട്ടോ ഗൈസ്. ഒരു ഫുൾ ബ്ലാക്ക് എഡീഷനിൽ കാണുമ്പോൾ വണ്ടി അത്ര ലുക്കില്ലാന്ന് തോന്നി. അതുകൊണ്ട് തന്നെ എല്ലാം വൈറ്റ് അടിക്കാമെന്ന് തീരുമാനിച്ചു ഗൈസ്. നമ്മൾ ആദ്യമായിട്ടാണ് ഇതിൽ അത്ര ടൈപ്പ് കവേർഡ് ആയിട്ട് വരുന്നത് കേട്ടോ. എന്താണെന്നല്ല, അല്ലെങ്കിൽ നമുക്ക് നേരെ നമ്മളെ ചെറുക്കനും കൊണ്ട് നേരെ നമ്മളെ സുഗുണൻ്റെ ഗാരേജിൽ പോവാം. അപ്പോൾ സുഗുണൻ്റെ ഗാരേജിൽ നമ്മളെ പിങ്ക് പാന്തർ റെഡി ആയി കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ പോയി അവനെ പിക്ക് ചെയ്ത് നേരെ ഗാരേജിൽ കൊണ്ടുവരാം. ഇതാണ് നമ്മൾ ഇന്നത്തെ പരിപാടി. അപ്പം നേരെ സുഗുണൻ്റെ ഗാരേജ് വിട്ടേക്കാം. വരുമ്പോൾ നല്ല ബ്ലോക്കാണ്. അപ്പോൾ ജസ്റ്റ് കിട്ടിയ അപ്പനടുത്ത് പോവാം. ഇത് നമ്മളെ കണ്ണൂരിൻ്റെ ട്രാഫിക് മോഡാണ്. അത് എനിക്ക് നീട്ടുകാർക്കൊക്കെ കണ്ടപ്പോൾ മനസ്സിലായത്. നല്ല സ്പീഡ് ട്രാഫിക് മോഡാണ്, ചില്ലറ സ്പീഡൊന്നും അല്ല എനിക്കിത് മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഏതായാലും ഇനി നമ്മൾ നേരെ ഇവിടെ നിൽക്കില്ല, പെട്ടെന്ന് തന്നെ അടിച്ചു ഇനി പോവാണ്. അപ്പം വരുന്ന വഴി നമുക്കൊരു ഷെഡ് കാണാം ഗൈസ്. അപ്പോൾ അടിപൊളി ഷെഡൊക്കെയാണ്, നമ്മളെ സെയിം സംഭവം. പക്ഷേ നമ്മൾ കമൻറ്റ് ഗൈസ് ഈ ഷെഡ് നമ്മൾ എടുക്കണമെന്ന് വേണ്ടതെന്ന്. അപ്പോൾ നമ്മൾ ബാക്ക് പോയി ജസ്റ്റ് കളറൊക്കെ ആയിട്ടുണ്ട് ഗൈസ്, ജസ്റ്റ് ചളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ഈ ഷെഡ് എടുക്കണം മറ്റേ ഷെഡ് വിൽക്കണം എന്നൊക്കെ. ചെറിയൊരു ഓഫീസൊക്കെ വരുന്നുണ്ട് ഗൈസ്, അതെല്ലാം അടിപൊളിയാണ്. നമുക്ക് ജസ്റ്റ് നമ്മൾ ബാക്ക് പോയി ഒന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ഒന്ന് കയറ്റിയിട്ട് നോക്കാം ഗൈസ്, എന്താണ് ഉണ്ടാവും നോക്കാമല്ലോ. അടിപൊളിയായിട്ട് തന്നെ നിൽക്കുന്നുണ്ട് ഗൈസ്. അപ്പോൾ ഏതായാലും എനിക്ക് ഇത് എടുക്കാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾ കമൻറ്റായി പറഞ്ഞാൽ മതി ഒരു ഷെഡ് എടുക്കണോ വേണ്ടതെന്ന്. അപ്പോൾ ഏതായാലും ഇനി നമുക്ക് നേരെ ഉടനെ അടുത്താണ് നമ്മളെ സുഗുണൻ്റെ ഗാരേജ് വരുന്നത് ഗൈസ്. അതൊക്കെ ഉണ്ട് ഗൈസ്, അതാണ് നമ്മളെ സുഗുണൻ്റെ ഗാരേജ്. അപ്പം നേരെ നമുക്ക് ഗാരേജിൽ വിടാം. അപ്പോൾ നമ്മളെ പിങ്കി അവിടെ വർക്കിലാണ് ഗൈസ്. അപ്പോൾ ഇത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ പാർക്ക് ചെയ്ത് വെക്കാം ഗൈസ്. ഇത് ഇവർ ടെസ്റ്റ് ഡ്രൈവിന് ഇപ്പോൾ കൊണ്ടുപോകും. അപ്പം എന്തൊക്കെ വെച്ചാൽ ഒന്ന് വാഷ് ചെയ്യാണ്ട് ഗൈസ്. അപ്പോൾ നമ്മളെ ചെക്കന്മാരെ വിളിച്ച് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യിപ്പിക്കാം. നമ്മളെ സുഗുണൻ്റെ ചെക്കന്മാർ ഒന്ന് വാഷ് ചെയ്തോളും, നമ്മളറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ അവരും എല്ലാം കൊണ്ടുപോയി വാഷ് ചെയ്യിപ്പിച്ചോളും ഗൈസ്, നമ്മളൊന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് നേരെ ഇനി നമ്മളെ ചെറുക്കനൊന്നുകൂടെ ജസ്റ്റ് പാർക്ക് ചെയ്യാം. അപ്പോൾ ഏതായാലും വണ്ടിയുടെ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ആകെ പോയിട്ടുണ്ട്, ഈ ഒരു സൈഡാണ് ഇടിച്ചേ, മുഴുവനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഇനി ഫുള്ള് പോകണ മുന്നേ നമ്മൾ നന്നാക്കിയിട്ടുണ്ട്. ഈ നന്നാക്കി കഴിഞ്ഞ് നമ്മൾ അടുത്ത വണ്ടി ഇറങ്ങുമ്പോൾ നമുക്കറിയാം, നമുക്ക് നേരെ പിങ്ക് പാന്തറിനെ ഇറക്കാം. നേരെ നമ്മളെ ചെറുക്കനെ ലോഞ്ചായ നമ്മളെ പിങ്ക് പാന്തർ. അപ്പോൾ നമ്മളെ ഫ്രണ്ട് സിസ്റ്ററുണ്ട്, നമ്മളെ അനിയത്തി. അപ്പോൾ ഇത് നിർബന്ധപ്രകാരമാണ് നമ്മൾ ഈ ഒരു വണ്ടി ഇറക്കിയിട്ടുള്ളത്. ആകെ ഒരു പിങ്ക് ഗ്രാഫിക്സ് സെറ്റാണ്. ലിപ്പ് നമ്മൾ പിങ്ക് ആക്കിയിട്ടുണ്ട്, ടിയാറോൻ്റെ ലിപ്പ് സെറ്റ് ലിപ്പൊക്കെ കാണാം. പ്രകാശിൻ്റെ ലോഗോ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വേരിയൻറ്റ് 4 ഇറങ്ങിയിട്ടുണ്ട് ഒരു വയസ്സ്.
അപ്പോൾ ടിയാറോൻ്റെ ലിപ്പൊക്കെ വെച്ച് നമ്മൾ ചെറുക്കൻ സെറ്റാണ്. പിന്നെ ചെറിയ സ്ട്രോക്ക് കൊടുത്തിട്ടുണ്ട് പിങ്കിൽ, അതൊക്കെ ചെയ്തിട്ടുള്ളൂ. പിന്നെ ബാക്കിൽ ഇവിടെ നമ്മൾ പിങ്ക് പാന്തർ എന്നുള്ളൊരു ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ടെക്സ്റ്റ് കൊടുത്തിട്ടുണ്ട്. ഇതവിടെ നമ്മൾ പിങ്ക് പാന്തറിന് കൊടുത്തിട്ടുണ്ട്. ബാക്കോട്ട് വരുമ്പോൾ നമ്മൾ ടിയർ ലൈറ്റിൻ്റെ അവിടെ ചെറിയ പിങ്കിൻ്റെ ഡാഷ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ഡാഷ് കൊടുത്തിട്ട് പിന്നെ പിങ്ക് പാന്തറിൻ്റെ ചെറിയ ഫോട്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അടിയിൽ നമ്മൾ പിങ്ക് പാന്തറും മുകളിൽ കുറച്ച് ചെറിയ ഇത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ പ്ലേറ്റ് 88 89 99 ഒരു ഫാൻസി നമ്പർ പ്ലേറ്റാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഗൈസ്. പിന്നെ ഈ ഒരു രാജാവ് ഇറങ്ങി വരുന്ന ഫീലാണ് ഈ ഒരു വണ്ടി. അപ്പോൾ അതല്ല ഇനി നമുക്ക് നേരെ ഇനി വെയിറ്റ് ചെയ്യില്ല, വണ്ടി ഇറക്കാം. നേരെ വണ്ടി ഇറക്കിയിട്ട് കാണാം. അപ്പോൾ വണ്ടി ഇറക്കിയിട്ടുണ്ട്, വീഡിയോ എടുക്കാൻ മറന്നാണ്. നേരെ നമുക്ക് ഇവിടുന്ന് വിടുകയാണ്. നേരെ ഇനി നമുക്ക് നേരെ പോകണ എങ്ങോട്ടെന്ന് വെച്ചാൽ നമ്മളെ ശരിന്നത് ഗരേജിക്കാണ്. അപ്പോൾ ഇനി അവിടെ ഇട്ട് ചെറിയ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പിരിയുള്ളൂ ഗൈസ്. അപ്പോൾ ഇനി നമുക്ക് ഗരേജ് എത്തിയിട്ട് കാണാം. അപ്പോൾ നമ്മൾ ഈ ഒരു ഗരേജ് മേടിക്കും. ചില വണ്ടിയൊക്കെ നമ്മളിവിടെ നിർത്തും, മിക്കവാറും നമ്മൾ ATPൻ്റെ അല്ല പ്രൈവറ്റിൻ്റെ ഷെഡാക്കിട്ട് ഗൈസ്. അതാ നിങ്ങൾ കമൻറ്റ് ചെയ്യും. അപ്പം ഇതാണ് നമ്മളെ വണ്ടി. പിന്നെ നമുക്ക് നേരെ തന്നെ പോയി കാണിക്കണം. അവരിവിടെ അല്ല, സ്കൂളിലാണ്. അപ്പോൾ സ്കൂളിൽ വന്ന് കാണിക്കണം ഈ ഒരു വണ്ടി. അപ്പം ഈ ഒരു വീഡിയോയിൽ നടക്കില്ല. അപ്പം അടുത്ത വീഡിയോയിലായിക്കോട്ടെ ഗൈസ് നമ്മൾ അയറനെ കാണിക്കുക. അപ്പം ഏതായാലും നിങ്ങളൊന്ന് കാണിച്ചേക്കാന്ന് വിചാരിച്ചാണ് കേട്ടോ ഗൈസ് ഈ വീഡിയോ എടുത്തേ. ഇതാണ് നമ്മളെ വണ്ടി. പിന്നെ അടുത്ത വീഡിയോ കാണാം. ബൈ.